തിരുവനന്തപുരം കഠിനംകുളത്ത് പട്ടാപ്പകൽ വീടിനുള്ളിൽ കയറി ആതിരയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് കിടപ്പുമുറിയിൽ വെച്ചായിരുന്നെന്ന് അറസ്റ്റിലായ കൊല്ലം ദളവാപുരം നീണ്ടകര സ്വദേശി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി. കഠിനംകുളത്തു നിന്നുള്ള അന്വേഷണ സംഘത്തിനാണ് ഇയാൾ മൊഴി നൽകിയത്. കൊല നടന്ന ദിവസം ജോൺസൺ പെരുമാതുറയിലെ വാടക മുറിയിൽ നിന്ന് രാവിലെ 6-ന് നടന്നാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപം എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ 8:30-യോടെ ആതിര മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നതുവരെ ഈ ഭാഗത്ത് ഇയാൾ കറങ്ങി നടന്നു. ഇതിനിടെ ആതിരയുമായി ഫോണിൽ സംസാരിച്ചു. ക്ഷേത്ര പൂജാരിയായ ആതിരയുടെ ഭർത്താവ് വീട്ടിലില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ജോൺസൺ വീട്ടിൽ പ്രവേശിച്ചത്. തുടർന്ന് ആതിരയോട് ചായ ആവശ്യപ്പെട്ടു. ആതിര അടുക്കളയിലേക്ക് പോയ സമയത്ത് ഇയാൾ കിടപ്പുമുറിയിൽ കയറി. കൈവശം കരുതിയിരുന്ന കത്തി മെത്തക്കടിയിൽ ഒളിപ്പിച്ചു. അവിടെ വെച്ചാണ് ആതിരയുടെ കഴുത്തറത്തതെന്നും ജോൺസൺ പോലീസിന് മൊഴി നൽകി. ആതിരയുടെ മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം കിടന്ന കട്ടിലിന്റെ താഴെ പ്രതി തന്റെ ചോര പുരണ്ട ഷർട്ട് ഒളിപ്പിച്ചു. ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച ശേഷം ആതിരയുടെ ഇരുചക്ര വാഹനത്തിൽ കടന്നുകളഞ്ഞു. കൊലയ്ക്ക് ശേഷം ജീവൻ ഒടുക്കാൻ ശ്രമിച്ചതായും ജോൺസൺ മൊഴി നൽകി. കോട്ടയം ചിങ്ങവനം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ജോൺസൺ മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. അമിതമായ അളവിൽ ഗുളിക കഴിച്ചിട്ടുണ്ടെന്നും കീടനാശിനി കുടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതിനെ തുടർന്ന് ഇയാളുടെ ഉദരം വൃത്തിയാക്കി. കീടനാശിനിയുടെ അംശം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഗുളിക അമിത അളവിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നും വ്യക്തമായി. 72 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ജോൺസൺ ഹോം നേഴ്സായി ജോലി നോക്കിയിരുന്ന കുറിച്ചിയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാളെ കഠിനകുളത്തേക്ക് കൊണ്ടുവരാൻ പോലീസ് സംഘം കോട്ടയത്ത് ക്യാമ്പ് ചെയ്യുകയാണ്.